ഹലോ ഓൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് വിംസൻഹോളെ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ഹിഡൻ ജെമ്മിൻ്റെ എൻട്രൻസിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള ഒരേ ഒരു വാട്ടർ കേവ് ആണ്. ഇതിൽ നമുക്ക് ബോട്ടിൽ നമുക്ക് ഇതിനകത്തോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഗൈഡ്സ് ഉണ്ട്. ആ ഗൈഡ്സ് നമ്മളെ ഇതിൻ്റെ ഗുഹയുടെ ഉള്ളിലേക്ക് വെള്ളത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നാൽ ഇതിന് ചുറ്റും നല്ല പച്ചപ്പും ഭയങ്കര പ്രകൃതി ഭംഗിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വെള്ളം എന്ന് പറഞ്ഞത് ഗുഹയുടെ അകത്തു നിന്ന് ഒഴുകി വരുന്നതാണ്. ഇത് ഏതൊക്കെ സ്റ്റുട്ട്ഗാർഡിൽ നിന്ന് 2 മണിക്കൂർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിന് വരാൻ പറ്റുന്നതാണ് ഇങ്ങോട്ട്. നമുക്ക് ഹായിങ്ങൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അല്ലെങ്കിൽ സ്വീഫാൾട്ടൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുന്നതാണ്. വിംസൻഹോളെ എന്ന് പറയുന്നതാണ് ബസ് സ്റ്റോപ്പിൻ്റെ പേരും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര ക്ലിയർ ആണ് ഇവിടുത്തെ വാട്ടർ. നമുക്ക് അടി കാണാൻ പറ്റും, വലിയ ആഴമില്ലാത്ത വെള്ളമാണ്. ഇവിടെ കുറേ ഫാമിലീസ് വരാറുണ്ട്, എന്നിട്ട് അവരെല്ലാം എൻജോയ് ചെയ്യുന്നു. അവർ ചിൽഡ്രൻസ് കുളിക്കുന്നു. അങ്ങനെ കുറേ ഭയങ്കര എൻജോയ്മെൻ്റുള്ള ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് വിംസൻഹോളെ. ഇതിന് ഫ്രീഡ്രിഷ് ഹോളെ എന്ന് പറയുന്ന ഒരു നെയിം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1497 ഈ ഗുഹ ആദ്യമായി രേഖപ്പെടുത്തിയത് മാപ്പിൽ. അത് കഴിഞ്ഞ് 1803 ഡ്യൂക്ക് ഫ്രീഡ്രിച്ച് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു രാജാവ് ഇവിടെ സന്ദർശിച്ചപ്പോഴാണ് ഇത് പ്രശസ്തമായത്, എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഇതിന് ഫ്രീഡ്രിഷ് ഹോളെ എന്ന് പറയുന്നൊരു പേരും കൂടി ഇട്ടത്. ഇത് ഞങ്ങൾ വന്നത് സമ്മറിലാണ്. ഭയങ്കര ചൂടാണ്, നല്ല ചൂടായിരുന്നു. വെളിയിൽ ഭയങ്കര ചൂടാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. 7 യൂറോ ആണ് പെർ പേഴ്സൺ ടിക്കറ്റ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നാണ് എടുത്തത്. ഇതാണ് ഗുഹയിൽ നിന്ന് ആൾക്കാർ തിരിച്ചു വന്നൊരു ബോട്ടിൽ ഇറങ്ങുന്ന സീനാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് 12:35 5 മിനിറ്റ് കൂടി ഞങ്ങൾ വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ നമുക്കിരിക്കാൻ വേണ്ടി ഇതിൽ കുഷ്യൻ ലൈക്ക് ഒരു സാധനമുണ്ട്. അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഭയങ്കര കംഫർട്ടാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി നമ്മളെ കൊണ്ടുപോകാനായിട്ടൊരു ഗൈഡ് ഉണ്ട്. നമ്മളകത്തോട്ട് പോവുകയാണ്. Kopf einziehen. So, dann sind wir hier gerade in unserer großen Halle. Das ist der größte Raum unserer befahrbaren Schauhöhle. Hier dürfen Sie gerade mal nach rechts gucken. Da sehen Sie unseren einzigen Tropfstein hier. Ja. Also in der ganzen Höhle hat es generell noch mehr, aber das ist der einzige im Schauteil von der Höhle. Schauteil von der Höhle ist, was mit dem Boot befahrbar ist. നമ്മുടെ ഗൈഡ് നമുക്ക് ജർമ്മനിൽ കുറേ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ കാണുന്നത് അവർ പറഞ്ഞത് ഒരു ആനയുടെ ഷേപ്പിലാണ് ആ ഒരു പാറ നിൽക്കുന്നതെന്നാണ്. പിന്നെ ഇവിടെ നമുക്കൊരു കുറേ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും ഇതിനകത്ത്, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. പിന്നെ ഇതൊരു ബോട്ടാണ് ഈ കിടക്കുന്നത്. ഈ ബോട്ട് പണ്ട് ഇതിൽ പെട്ടുപോയൊരു ബോട്ടാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് മുഴുവൻ കുറേ ലൈറ്റ്സ് ഉണ്ട്. വെള്ളത്തിനടിയിൽ ലൈറ്റ്സ്, മുകളിലൊക്കെ ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കരുതെന്ന് പറഞ്ഞു. അവർ ഉള്ള ലൈറ്റ്സിൽ എടുക്കണം എന്ന് പറഞ്ഞു വീഡിയോസ്. അടിപൊളിയാണ്, ഭയങ്കര തണുപ്പാണ് നമുക്കിതിനിടയിൽ. എനിക്ക് തോന്നുന്നു വെളിയിലുള്ളതിനേക്കാളും ഒരു 10-15 ഡിഗ്രി കുറവ് തണുപ്പാണ് ഇതിനകത്ത്. നമുക്ക് നല്ല ഭയങ്കര കാമായിട്ട് ഭയങ്കര ചില്ലിങ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് എയർ. 1260 മീറ്ററാണ് ഈ ഗുഹയുടെ ലെങ്ത്ത് വരുന്നത്. അതിൽ നമുക്ക് ബോട്ടിൽ 70 മീറ്റർ വരെ പോകാൻ പറ്റുള്ളൂ. ബാക്കി നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഡൈവേഴ്സ് ആയിട്ടുള്ള യോഹാൻ ഹാസൻമയർ ഒക്കെ 400 മീറ്റർ വരെ ചെന്നിട്ടുണ്ട് ഈ ഒരു ഗുഹയുടെ അകത്തൂടെ. പിന്നെ ഈ ബോട്ട് റൈഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഏറെക്കുറെ 70 മീറ്ററേ ഉള്ളൂ. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ബോട്ട് റൈഡ് ഇല്ല. അപ്പോൾ ഞങ്ങൾ വെളിയിൽ ജസ്റ്റ് ഒന്ന് സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് കണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ. ഇത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകണം. ഇങ്ങനെ ഇടയ്ക്കെല്ലാം സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, ലൈറ്റ്സ് ഉണ്ട്. ഭയങ്കര ചില്ലിങ് ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് വെള്ളത്തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഭയങ്കര തണുപ്പാണ്. ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ് നമ്മൾ പറയുകയാണെന്നുണ്ട്. കാരണം ഹിഡൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അധികം ആരും പോയി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് മസ്റ്റ് വിസിറ്റ് തന്നെയാണിത്. പിന്നെ ഇതിനകത്ത് ഭയങ്കര ഈർപ്പമാണ്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇതിൽ നിന്ന് ഒരു പുഴ ഉത്ഭവിക്കുന്നുണ്ട്. ആ പുഴയാണ് വെളിയിലൂടെ നമ്മൾ മുമ്പേ നേരത്തെയുള്ള വീഡിയോയിൽ കണ്ട ഒഴുകുന്ന പുഴ. ഇതിൽ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ അടിപൊളി ലാൻഡ്സ്കേപ്പ്. ഭയങ്കര രസമുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. കുറേ മരങ്ങളും പ്രത്യേകതരം ബിൽഡിങ്സും കുറേ പാടങ്ങളും പൂക്കളും ഒക്കെ ഉണ്ട്. കുറേ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ.
അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോയത്. ഞങ്ങളുടെ അവിടെ നിന്ന് 2 ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തും. 1 hour ട്രാവലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോയത്. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് വിംസൺ ഹിയോളെ ചെന്നിട്ട് അവിടെ ഒരു അടുത്തൊരു കാസിലുണ്ട്. കാസിലും പോയി കാണാവുന്നതാണ്. ഞങ്ങൾ വെയിലായതുകൊണ്ടും കുറേ നടക്കേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങൾ പോയില്ല. നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ തന്നെ ഗാസ്റ്റ് ഹോള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഏറെക്കുറെ ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം കണ്ടു. ഞങ്ങൾ വിംസൺ ഹിയോളെ മാത്രമേ വിസിറ്റ് ചെയ്തുള്ളൂ. പിന്നെ ഇതൊക്കെ കാണുന്ന കാസ്റ്റൽസാണ്. ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വിംസൺ ഹിയോളയിലോട്ടുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ സ്ഥലത്ത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ബൈ.